ഇപ്പോൾ റാസിക് അബ്ദുള്ള എന്നൊരു പ്രേക്ഷകൻ എനിക്ക് ഫേസ്ബുക്കിൽ കോഴിക്കോട് മുക്കത്ത് നിന്നും 5 ബോട്ടുകളുമായി ചാലിയാറിൽ തെരച്ചിൽ നടത്തുന്നു പറയുന്നുണ്ട്. മുക്കം പുൽപ്പറമ്പ് സന്നദ്ധസേന ചെറുവാടി താഴത്തുമൂർ റെസിഡൻസ് അസോസിയേഷൻ എന്നിവർ ചേർന്നാണ് ചാലിയാർ തെരച്ചിൽ. ഒരു സിദ്ദിഖ് ചെറുവാട് നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. സിദ്ദിഖ് ചെറുവാടി ഫോണിലുണ്ട്. സിദ്ദിഖ്, നിങ്ങളിപ്പോൾ ചാലിയാറിന്റെ ഏത് മേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്, പരിശോധന നടത്തുന്നത്? ഞങ്ങളിപ്പോ ഏകദേശം എടവണ്ണ, അരീക്കോട് കഴിഞ്ഞ് എടവണ്ണ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് എത്താറായി. ഓക്കെ, ഏകദേശം ഞങ്ങൾ 5-6 ബോട്ടുകളുണ്ട്. 40 കിലോമീറ്റർ ദൂരത്താണ് തെരച്ചിൽ. അതെ അതെ അതെ. സിദ്ദിഖ്, ഈ ഓടായിക്കൽ ഇപ്പൊ ഒരു ബോഡി കിട്ടിയത് ഓടായിക്കലാണ്. അപ്പോൾ ഓടായിക്കൽ എന്ന് പറയുന്നത് പോത്തുകല്ല് കഴിയുന്ന മേഖലയാണോ? അത്രയും ദൂരം നമുക്ക് ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം അവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റില്ല. നിങ്ങളെ പരിശോധന എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ സിദ്ദിഖ്? ഇതുവരെ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ശക്തമായിട്ട് നോക്കുന്നുണ്ട്. കരയിലും വെള്ളത്തിന്റെ 4 ബോട്ടുകൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം, ഈ പോത്തുകല്ല് കഴിഞ്ഞ് ഓടായിക്കലിൽ നിന്ന് ഇപ്പോൾ ബോഡി കിട്ടി, അത് പോത്തുകല്ല് കഴിഞ്ഞ ആണെങ്കിൽ പോത്തുകല്ല് ആ മേഖല കഴിഞ്ഞും മൃതദേഹങ്ങൾ ഉണ്ടെന്ന് സംശയിക്കേണ്ടി വരില്ലേ? അതെ അതെ അതെ.